ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിച്ചാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങും. വചനം പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ നടക്കുന്ന വഴിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതിൻ്റെ തൊട്ടു മുകളിൽ വളരെ ശ്രദ്ധേയമായൊരു വാക്യം കിടപ്പുണ്ട്. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത് ദൈവജനം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ. അപ്പം നമ്മൾ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് തിരികെ കൊടുക്കാനുള്ള സാവകാശം ഉണ്ടാകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിനകത്ത്. പക്ഷെ ചിലരങ്ങനെയല്ല, തിരികെ കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ വായ്പ വാങ്ങുന്നവരുണ്ട്. അവർ കൊടുക്കത്തേയില്ല. അവരെക്കുറിച്ച് പറയുകയാണ്, അവർ ദുഷ്ടനാണ്. എന്നാൽ അടുത്ത് പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദമുള്ള വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്, നീതിമാനായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രിയരെ, നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാനുള്ള വഴി ദൈവം തുറന്നു തരും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം അറിയാതെ നമ്മളൊന്നും ചെയ്തതല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് വായ്പ വാങ്ങി കടഭാരം വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് അത് അറിയാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം വേണം. ദൈവത്തിൻ്റെ പ്രസാദമുള്ള വഴിയെന്ന് പറയുന്നത്, വായ്പ വാങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് അത് കൊടുക്കാനൊരു ആഗ്രഹം വേണം. ജീവിതത്തിനകത്ത് ഏത് മേഖലയിൽ നിന്നാലും ആ വഴിക്കകത്ത് ദൈവത്തിനൊരു പ്രസാദം ഉണ്ടായിരിക്കണം. അവരെക്കുറിച്ചാണ് പറയുന്നത്. അവർ വീണാലും, ജീവിതത്തിൻ്റെ ചില പ്രതികൂലങ്ങൾക്കകത്തൊക്കെ ചിലർക്ക് വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ വചനം പറയുന്നു, അവർ നിലംപരിചാകത്തില്ല. കാരണം അവരെ താങ്ങുന്നത് ദൈവമാണ്. മനുഷ്യർ കൈ താങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ വീണു പോകും. വീഴുക മാത്രമല്ല, നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ദൈവം കൈ താങ്ങിയാൽ അവർ വീണു പോകത്തില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമുക്കൊന്ന് നീതിയോടെ ജീവിപ്പാൻ, ഹൃദയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ദുഷ്ടത കിടപ്പുണ്ടെങ്കിൽ, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഷ്ടത വന്നേക്കാം. പക്ഷെ ദൈവം നമ്മെ ഓരോ ദിവസവും ചെത്തി വെടിപ്പാക്കുകയാണ്. ഈ ഭാഗം പറയുന്നു, നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലേക്ക് പ്രവേശിക്കാം. ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. നമ്മൾ വീണ് കിടക്കുന്ന ചില സാഹചര്യത്തിനകത്ത് നിന്ന് യഹോവയായ ദൈവത്തിന് നമ്മെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹമുണ്ടതേ. അതിനു വേണ്ടിയിട്ട് ആത്മാവിലൊന്ന് ഒരുങ്ങി ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.